ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പഴനി എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയിലെ ഒരു അമ്പലമാണ്. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ പഞ്ചായത്തിൽ ചോച്ചേരിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. താഴെ ഗണപതി കോവിൽ തൊഴുതിട്ട് വേണം. ബസ് റൂട്ടിൻ്റെ അടുത്താണ് ഈ അമ്പലം. ബസ് ഇറങ്ങി നമുക്ക് ഗണപതി കോവിൽ തൊഴുതിട്ട് ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തണം. പഴനിമലയോട് സാദൃശ്യമുള്ള ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പഴനി അമ്പലത്തോട് സാദൃശ്യമുള്ളൊരു അമ്പലമാണിത്. അതേപോലെ തന്നെ മനോഹരമാണിത്. പ്രകൃതി രമണീയമായൊരു സ്ഥലത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിൻ്റെ 4 വശത്തും കാടാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണിത്. നമുക്ക് ഇവിടെ വരെ വാഹന സൗകര്യമുണ്ട്. ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കയറി നമ്മൾ മുകളിലെത്തുമ്പോൾ നല്ല നിരന്ന പ്രതലമാണ്. അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് വാഹന സൗകര്യം ഉള്ളത്. കുറച്ച് സ്റ്റെപ്പ് എന്നാലും കയറേണ്ടി വരും. നമ്മൾ കയറി ചെല്ലുന്നത് തന്നെ ഒരു ആൽത്തറയാണ് കാണുന്നത്. മനോഹരമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽത്തറയും അതിൻ്റെ പിന്നിലായിട്ട് കൊടിമരവും അതിൻ്റെ പിന്നിലായിട്ട് മനോഹരമായ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നിറയെ പ്രതിഷ്ഠകളും പിന്നെ ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളും 4 വശത്തും അമ്പലത്തിൻ്റെ 4 വശത്തും നിറയെ കൊത്തുപണികളും ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളുമാണുള്ളത്. മനോഹരമായി വിവിധ വർണ്ണങ്ങളിലുള്ള കൊത്തുപണികളും പ്രതിഷ്ഠകളുമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ അമ്പലം. അത്ര മനോഹരമാണ്. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. അത്ര മനോഹരമാണ് ഈ അമ്പലത്തിലെ കാഴ്ചകൾ. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിനകത്തുള്ളത്. ഉച്ച നേരത്താണ് ഞങ്ങൾ പോയത്. അമ്പലം അടച്ചിട്ടിരുന്ന സമയമാണ്. അതുകൊണ്ട് ഉള്ളിൽ കയറാനോ കാണാനോ സാധിച്ചില്ല. ഈ അമ്പലത്തിൻ്റെ 4 വശത്തും നടന്ന് നമുക്ക് കാണാൻ സാധിക്കും. 4 വശത്തും ഇതേമാതിരി കൊത്തുപണികളും പ്രതിഷ്ഠകളുമാണുള്ളത്. ഒട്ടനവധി ഏകദേശം എല്ലാ ദേവീദേവന്മാരുടെയും പ്രതിഷ്ഠകൾ ഈ അമ്പലത്തിൻ്റെ 4 വശത്തുമുണ്ട്. 4 വശം ഒരുപോലെ മനോഹരമാണ് കാണാനായിട്ട്. ഇനി അവിടുന്ന് അമ്പലം കണ്ട് ചോട്ടിലേക്ക് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം ഈ അമ്പലത്തിൻ്റെ ചോട്ടിലെത്താൻ, ബസ് റൂട്ടിലേക്ക് എത്താനായിട്ട്. ഇതിൽ ബസ് സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ ആളുകൾക്ക് വന്നു പോകാൻ എളുപ്പമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണിത്. ഒരു വലിയ ടൂറിസ്റ്റ് ബസ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചോട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിറയെ ആളുകളുണ്ട്. കുറച്ച് ആളുകൾ ഈ സ്റ്റെപ്പ് കയറി അവിടെ ഇരുന്ന് വിശ്രമിക്കുകയാണ്. അമ്പലം തുറന്ന് തൊഴുതിട്ട് പോകാൻ വേണ്ടിയിട്ട്, കാണുന്നതിന് വേണ്ടിയിട്ടും ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. ഈ സ്റ്റെപ്പുകൾ കയറുമ്പോൾ നമുക്ക് പല സൗകര്യങ്ങളുമുണ്ട്. നടുവിൽ 2 സൈഡിലും കൈവരി പിടിപ്പിച്ചിട്ടുണ്ട്. അത് പിടിച്ച് കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൂടാതെ ലാൻഡിങ്ങിൽ ഇരിക്കാനുള്ള ബെഞ്ചുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഗണപതി കോവിൽ കാണാം. ബസ്സിൽ വരുന്നവർക്ക് ഈ ഗണപതി കോവിൽ തൊഴുതിട്ട് ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് എത്തണം. അല്ലാതെ കാറിലും 2 വീലറിലും ഒക്കെ വരുന്നവർക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്കിൽ കൂടെ റോഡുണ്ട്. ആ റോഡിൽ കൂടെ അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് വരെ എത്താൻ സാധിക്കും. ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. അമ്പലം തുറക്കുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകൾ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ, ജാതിമത ഭേദമന്യേ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ കേരള പഴനി എന്നറിയപ്പെടുന്ന ഈ അമ്പലം. ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. പലർക്കും ഈ അമ്പലത്തെ പറ്റി അറിയില്ല. ഇത് പേരെടുത്ത് വരുന്നതേ ഉള്ളൂ. അതിനേക്കാൾ മനോഹരം എന്ന് പറയുന്നത് ഈ അമ്പലം ഇരിക്കുന്ന സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. നല്ല മനോഹരമായ സ്ഥലം. നമുക്കതിൻ്റെ മുകളിൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ല മുഴുവനായിട്ട് അവിടെ നിന്ന് കാണാൻ സാധിക്കും. അത്ര മനോഹരമായ വ്യൂ ആണ് അവിടുന്ന് കിട്ടുന്നത്. നല്ല സുഖമായ കാറ്റും നമുക്ക് കിട്ടും.
നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിയണം. പഴനിയിലേക്ക് പോകുന്ന നേരത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ഇത്ര മനോഹരമായ അമ്പലം ഉണ്ട് എന്നുള്ളത് എല്ലാവരും അറിയണം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.